പഞ്ചകർമ്മ എന്ന് പറയുന്നത് ഒരു പഞ്ചശോധന കർമ്മങ്ങൾ, അതായത് ഒരു നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുക, ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളത് ആയുർവേദ ചികിത്സയുടെ ഒരു ചികിത്സാ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഒരു 3 ദോഷങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. വാതപിത്ത കഫം, ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റാണ് നമ്മുടെ ആരോഗ്യാവസ്ഥ. ന്യൂറോളജിക്കൽ മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ സർക്കുലേറ്ററി മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഒരു വാദം എന്ന ദോഷത്തിൻ്റെ കോൺസെപ്റ്റായിട്ടും, പിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റബോളിസം, എൻസൈംസ്, ഹോർമോൺസ്, ഇതെല്ലാം പിത്തം എന്നുള്ളൊരു കോൺസെപ്റ്റും, കഫം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആൻഡ് നമ്മുടെ ഒരു കട്ടി കൂടിയ ഭാഗമൊക്കെ നമുക്ക് കഫം എന്നുള്ള കോൺസെപ്റ്റിൽ പെടുത്താം. ഈ 3 ദോഷങ്ങളുടെയും ഇംബാലൻസ് ആണ് രോഗത്തിൻ്റെ മെയിൻ റീസൺ എന്നാണ് ആയുർവേദിക് കോൺസെപ്റ്റ്. അപ്പം ഇങ്ങനെ ഇവരുടെ ഈ ദോഷങ്ങളുടെ ഇംബാലൻസ് വരുമ്പോഴത്തേനും അതിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിനുശേഷമാണ് നമ്മൾ ക്യൂറേറ്റീവ് തെറാപ്പീസ് ചെയ്യുന്നത്, ശമന ചികിത്സ, രോഗശമന ചികിത്സ ചെയ്യുന്നത്. ഈ ശോധന ചികിത്സയുടെ ഭാഗമാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്.